അടുത്തത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് പങ്കാളിത്തത്തോടുകൂടി ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിലും പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും ഒക്കെ അനുകൂലമായിട്ടുള്ളതാണ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു ടീം ആയിട്ടുള്ള ജോലി, ഇങ്ങനെയുള്ളവർക്ക് ഇതിൽ കൂടിയാണ്, ഈ പങ്കാളിത്തത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് കൂടുതൽ മെച്ചം ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. അവരുടെ ക്ലയൻസുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമറുമായിട്ട് ഇടപാടുകാരുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങൾ മുൻപ് ചില വിച്ഛേദം വന്നു പോയിട്ടുള്ള ചില ബന്ധവിച്ഛേദങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയോജിപ്പിക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ട് അനുകൂലം തന്നെയാണ്. സ്ഥിരതയുണ്ട്. സാമ്പത്തികത്തിന്, വരുമാനത്തിന് സ്ഥിരതയുണ്ട്. ചില മുൻപ് ഉണ്ടായ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവസരം കിട്ടുന്നതാണ്. ആരോഗ്യപരമായിട്ട് മറ്റ് രോഗങ്ങൾക്കോ ഒന്നും സാധ്യത കാണുന്നില്ല. ആരോഗ്യം പൊതുവെ മെച്ചം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഊഷ്മളത ഉണ്ടാവും. അടുപ്പവും ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഇവരൊക്കെ ഒരു ഈശ്വരീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുധനെ പ്രാധാന്യപ്പെടുത്തിക്കൊണ്ടും നവഗ്രഹങ്ങൾക്ക് വഴിപാട് കഴിക്കുകയും നവഗ്രഹങ്ങൾക്ക് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. വിശേഷേണ വ്യാഴത്തിനും ബുധനും ശനിക്കും വഴിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാന്തിഹോമങ്ങളൊക്കെ നടത്തുകയും നവഗ്രഹ സ്തോത്രങ്ങൾ സ്വയമേവ പഠിച്ച് പാരായണം ചെയ്യുന്നതുമൊക്കെ അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്.